അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ വേദനിപ്പിക്കുന്ന ചില വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരുന്നു. ആദ്യം കണ്ണൂർ ജില്ലയിലെ വേശാലയിൽ നിന്ന് മദ്രസ വിട്ടുപോകുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണോ അതല്ലെങ്കിൽ ആ ലോറി ഡ്രൈവറുടെ ഭാഗത്തുള്ള പിഴവാണോ എന്ന് വ്യക്തമായി എനിക്കറിയില്ല. എന്തായാലും ആ ഒരു ലോറി ഇടിക്കുകയും ഒരാൾ മരണപ്പെടുകയും മറ്റു രണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കഴിയുകയും ചെയ്യാണ്. വളരെ ദാരുണമായി മരണപ്പെട്ട ഞങ്ങളെ കൽമക്കറിൽ ആദ്യകാലത്ത് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം കുറച്ചു കാലം ക്ലാസ് എടുത്തിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദ് ഇസ്മായിൽ സക്കാഫി ഉസ്താദിൻ്റെ മകനാണ് മരണപ്പെട്ട വിദ്യാർത്ഥി. അല്ലാഹു തആല ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മറ്റൊരു വാർത്ത കൂടി നമ്മുടെയൊക്കെ വാട്സപ്പുകളിലേക്ക് എത്തി. മദ്രസ അധ്യാപകരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നു. വളരെ വ്യക്തമായി കാണുന്ന ഒരു CCTV ദൃശ്യം, ഒരു റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മദ്രസയിൽ നിന്നും ഒരു കുട്ടി മദ്രസ വിട്ട് കുട്ടികൾ ഇങ്ങനെ ഇറങ്ങിയോടുകയാണ്. നമ്മളൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് നമുക്കറിയാം. കുട്ടികൾ സ്വലാത്ത് ചൊല്ലാൻ ബെല്ലടിക്കാൻ കാത്തിരിക്കുകയാണ്. വേറെ തിരക്കുകളൊന്നും ഉണ്ടാവില്ല. മദ്രസയിൽ വരുന്നതിനോടൊരു വിയോജിപ്പും ഉണ്ടാവില്ല. മദ്രസയിൽ ഇരുന്ന് മടുത്ത് സഹികെട്ടിട്ട് ഓടുന്നതുമല്ല. എന്നാൽ കൂടി കുട്ടികൾക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇറങ്ങി റോട്ടിലേക്ക് ഒറ്റ ഓട്ടലാണ്. എങ്ങനെയെങ്കിലും ഓടി വീട്ടിലെത്തുക എന്നതാണ് അവരുടെ മനസ്സിലുണ്ടാവുക. ആ രീതിയിൽ തന്നെ ആയിരിക്കും അവർ ഇടപെടുകയും ചെയ്യുക. അപ്പോൾ കുട്ടികൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്, കുട്ടികൾ ഇറങ്ങി ഓടി വരുന്നു. ഓടി നേരെ റോഡ് സൈഡിലൂടെ അങ്ങനെ ഓടിപ്പോവാണ്. അതിലൊരു കുട്ടി റോഡിൻ്റെ രണ്ട് വശങ്ങളിലേക്കൊന്നും നോക്കാതെ നേരെ റോഡ് മുറിച്ച് കടക്കുകയും നല്ല നേരെയുള്ള വിശാലമായ സൗകര്യമുള്ളൊരു ഹൈവേയിലൂടെ അത്യാവശ്യം വേഗതയിൽ പാഞ്ഞെത്തിയ ബൈക്ക് ആ കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുകയും കുട്ടി കുറച്ചല്പം ദൂരത്തേക്ക് തെറിച്ച് വീഴുകയും ആ കുട്ടി മരണപ്പെട്ടു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കാനിടയായത്. മദ്രസാ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്തായി ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മദ്രസയായാലും സ്കൂളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ. സ്കൂൾ പരിസരത്ത് ഏറെക്കുറെ ഇപ്പോൾ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് കേരള പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്. അവിടെ കുട്ടികളെ കൃത്യമായി റോഡ് സൈഡിൽ അടക്കി നിർത്തുകയും ബസ് കയറി പോകേണ്ടവരെ ബസ്സിലേക്ക് കൃത്യമായി കയറ്റി അയക്കുകയും ചെയ്യുന്ന ഇടപെടലുകൾ വഴിയോരത്തുള്ള സ്കൂളുകളിൽ നമ്മൾ കാണാറുണ്ട്. ശ്ലാഘനീയമായ കാഴ്ച തന്നെയാണ്. മദ്രസകളിലും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഇത് വീഡിയോയിലൂടെ പറയുന്നതിന് മുമ്പേ നമ്മുടെ മദ്രസയിലെ എല്ലാ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മൾ നിർദ്ദേശം കൊടുത്ത ചില കാര്യങ്ങൾ. ഞാൻ ജോലി ചെയ്യുന്ന മദ്രസയും ഇതുപോലെ ഒരു വഴിയോട് ചേർന്ന് റോഡരികിനോട് ചേർന്നും ഒരു വളവും അങ്ങനെ വണ്ടി വരുന്നത് കാണാത്തതുമാണ്. നമ്മളൊക്കെ ചെയ്തിരിക്കുന്ന സംവിധാനം എന്നുള്ളത് ഒരു ദിവസം 2 ഉസ്താദുമാർക്ക് ചുമതലയാണ്. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഓരോ ഉസ്താദുമാർക്ക് ചുമതലയുണ്ടാകും. അവർ ചെയ്യേണ്ട കാര്യം
2 ഷിഫ്റ്റുകളിലായി നടക്കുന്ന മദ്രസകളിൽ ആദ്യ മദ്രസ 2 ഷിഫ്റ്റുകളിൽ മദ്രസ വിടുന്ന സമയത്ത് റോഡിൻ്റെ ഒരു സൈഡിൽ ഒരു ഉസ്താദും മറു സൈഡിൽ മറ്റൊരു ഉസ്താദും നിന്ന് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് വിദ്യാർത്ഥികളെ കൈപിടിച്ച് ഓരോ ഭാഗത്തേക്ക് പോവേണ്ട ആളുകളെ റോഡ് മുറിച്ച് കടക്കേണ്ട ആളുകളെ റോഡ് മുറിച്ച് കടത്തി സൈഡിലൂടെ നടത്തി പറഞ്ഞേക്കും. മറ്റു വിദ്യാർത്ഥികളെ മറുഭാഗത്തെ റോഡ് സൈഡിലൂടെ നടത്തി വീട്ടിലേക്ക് അയക്കും, റോഡിലേക്ക് കടക്കാത്ത രീതിയിൽ. പക്ഷേ നമ്മളെങ്ങനെ മദ്രസയുടെ മുന്നിൽ നിന്നും കുട്ടികളെ നല്ല രീതിയിൽ റോഡ് സൈഡിലാക്കി പറഞ്ഞയച്ചാലും നമ്മുടെ കൺവെട്ടത്ത് നിന്ന് മാറിയാൽ അവർ റോഡിൽ പരന്ന് നടക്കുകയും ശ്രദ്ധയില്ലാത്ത റോഡ് മുറിച്ച് കടക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരാറുള്ളത്. അതിന് നമ്മൾ കുട്ടികളെ പഴിചാരിയിട്ട് കാര്യമില്ല, ഉസ്താദുമാരെയോ മറ്റ് അധ്യാപകരെയോ പഴിചാരിയിട്ട് കാര്യമില്ല, രക്ഷിതാക്കളെ പഴിചാരിയിട്ടും കാര്യമില്ല. അവരുടെ പ്രായം അതാണ്. ഇത്തരത്തിലുള്ള ശ്രദ്ധിക്കണം എന്ന് രീതിയിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായത്തിലായിരിക്കില്ല ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുക. അവരുടെ മൈൻഡിൽ കളിയും തമാശകളും മാത്രമുള്ള ആ കുസൃതിയുള്ള പ്രായമായിരിക്കും. അതുകൊണ്ട് ഇത്തരം വീഡിയോകളൊക്കെ വരുന്ന സമയത്ത് രക്ഷിതാക്കൾ കുട്ടികളെ വീഡിയോകൾ കാണിച്ചു കൊടുത്തിട്ട് ഇനി മദ്രസ വിട്ട് വരുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് വേണം മോനെ വരാൻ, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മക്കളെ നമ്മൾ ഇതിനെ ബോധവൽക്കരണം നടത്തേണ്ടത്. അതുപോലെ തന്നെ സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമാണ് കുട്ടികൾക്ക് നോട്ട്ബുക്ക് വാങ്ങാനുണ്ടാകും, കുട്ടികൾക്ക് സ്കെയിലും പെൻസിലും പേനയും വാങ്ങാനുണ്ടാകും, ഒന്നുമില്ലെങ്കിൽ ഒരു മിഠായി വാങ്ങാനുണ്ടാകും. പരമാവധി കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ രക്ഷിതാക്കൾ വാങ്ങി വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാവുക. കുട്ടികൾ റോഡ് മുറിച്ച് കടന്ന് കടകളിലേക്കും മറ്റും ഓടിയും ചാടിയും കയറി ഇറങ്ങുന്ന ഒരു പ്രവണത ഒഴിവാക്കാൻ ശ്രമിക്കുക. വലിയ അപകടങ്ങളാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന ആളുകൾക്ക് പോലും ശ്രദ്ധയില്ലാതെ അശ്രദ്ധരായി പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ മുതിർന്ന ആളുകൾ പോലും അശ്രദ്ധരായി പല അപകടങ്ങളിലും പെട്ടുപോകുന്ന കാലമാണ്. നമ്മുടെ ജീവിത തിരക്കിനിടയിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, മൊബൈൽ ഫോണിലേക്കോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റോഡ് മുറിച്ച് കടക്കുമ്പോഴൊക്കെ അപ്പുറം ഇപ്പുറം ശ്രദ്ധിക്കാതെ പോകുന്ന, അങ്ങനെ ഒരു അശ്രദ്ധയിലായി പോകുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവണത അധികരിച്ചു വരുന്ന കാലത്ത് നമ്മുടെ കുട്ടികളെ നമ്മൾ പഴിചാരിയിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ആ കളിയുടെയും ചിരിയുടെയും തമാശകളുടെയും കാലത്ത് അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികൾക്ക് വലിയ സംരക്ഷണം ഒരുക്കി നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.